നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സർക്കാർ മേനി പറയുന്ന നമ്പർ 1 ആരോഗ്യ കേരളം മോഡൽ തട്ടിപ്പാണെന്ന് പറയാൻ ധൈര്യം കാട്ടിയ ഡോക്ടർ ഹാരിസിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് CPM. പാർട്ടി സെക്രട്ടറിയും പാർട്ടി പത്രവും മന്ത്രിമാരും തകർക്കാൻ ഇറങ്ങിയിരിക്കുന്നയാൾ എന്ന വിശേഷണം നൽകിക്കഴിഞ്ഞു. മെഡിക്കൽ ഉപകരണങ്ങൾ പോലും ഇല്ലാതെ ഓപ്പറേഷനുകൾ മുടങ്ങുന്നതിൽ മനം നൊന്ത് സർവീസിലിരുന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു ഡോക്ടറും തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞ ഡോക്ടറെ തള്ളിപ്പറയാൻ പറ്റാതിരുന്ന ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി വിമർശനം തുടങ്ങിയതോടെ നിലപാട് മാറ്റുന്നു. ഡോക്ടറെ വീട്ടിലിരുത്താൻ പോലും സർക്കാരും പാർട്ടിയും മടിക്കില്ലെന്ന തരത്തിൽ വളഞ്ഞിട്ടാക്രമണം തുടരുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ഡോക്ടർ ഹാരിസിനൊപ്പമാണ് കേരളം. സത്യം തുറന്നു പറയുന്നവരെ അത് സഹയാത്രികരാണെങ്കിലും വാ അടപ്പിക്കുന്ന പാർട്ടി നിലപാട് ആരോഗ്യരംഗത്ത് പോലും തുടരാൻ പാർട്ടിയും മന്ത്രിമാരും മടി കാണിക്കാത്തപ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുകയല്ലേ സർക്കാർ? പ്രൈം ഡിബേറ്റിൽ അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ സേനാപതി വേണു, ഡോക്ടർ അബ്ദുൾ ബാസിദ്, ശ്രീ MK ഹരിദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ MK ഹരിദാസ്, എന്താണ് ഇപ്പോൾ കാണുന്ന ഒരു ചിത്രം? ഇതിൽ ഡോക്ടറെ എടുത്തു പറയണം, ഡോക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം. കാരണം ഇത്രയും വിമർശനം ഉണ്ടാകുമ്പോഴും താൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് മാറലും നടത്തുന്നില്ല ഡോക്ടർ. ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ രീതിയിലുള്ളതായിരുന്നു. അതായത് ഒരു നടപടി പോലും അദ്ദേഹം പേടിക്കുന്നില്ല എന്നാണ്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യമായിട്ട് പോലും ഇപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണല്ലോ പാർട്ടിയും മന്ത്രിമാരും. സത്യത്തിൽ പറഞ്ഞാൽ ഇവർ അദ്ദേഹത്തെ യാതൊരു വാക്കും പറയാൻ പാടില്ല. കാരണം ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രിസഭയെ വിശേഷിപ്പിക്കുന്നുവെങ്കിലും സത്യത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഈ ഡോക്ടറാണ്. സഹജീവി സ്നേഹമാണ് കമ്മ്യൂണിസത്തിന്റെ മുഖമുദ്ര എങ്കിൽ ആ ഡോക്ടർ പ്രദർശിപ്പിച്ചത് ആ സഹജീവി സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. കുറുന്തോട്ടിക്ക് വാദം വന്നിട്ടുള്ള ഈ അവസ്ഥ ഈ ഡോക്ടറെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ നാളത്തെ സ്ഥിതി എന്താകുമായിരുന്നു? ഇപ്പോൾ അദ്ദേഹം 4 ദിവസം മുമ്പ് അത് വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇന്നോ കുറെ സാധനങ്ങളൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും അദ്ദേഹത്തെ പോലെ ശുഷ്കാന്തിയോടെ ഡോക്ടർമാരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെല്ലാം കൂടി കുറെ ഓപ്പറേഷനുകളൊക്കെ നടത്തിയെന്നുമാണ് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ വിവരം. അപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു വിളിച്ചു പറയാൻ സാധിക്കുകയുള്ളൂ. ആ ഡോക്ടർ ചെയ്തതിൽ എന്താണ് തെറ്റ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇവിടെ ആന്റിബയോട്ടിക്സ് ഇല്ലാതെ, എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് രാവിലെ നിങ്ങളുടെ ഒരു ഓൺലൈൻ 9 മണി ചർച്ചയിൽ എന്നെ വിളിച്ചിട്ട് ഈ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാല് മുറിഞ്ഞു. ഒരു TT എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മുറിവ് അല്പം കൂടുതലാണ്, അതുകൊണ്ട് ആന്റിബയോട്ടിക്സ് വേണം, പക്ഷെ ഇവിടെ ആന്റിബയോട്ടിക്സ് ഇല്ല, ഞാൻ പുറത്തേക്ക് എഴുതി തരികയാണ് എന്ന് എന്നോട് പറഞ്ഞിട്ട് ഏകദേശം 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിന് പുറമെ 2025 ജനുവരിയിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മൊത്തത്തിലുള്ള കടബാധ്യതയെ കുറിച്ചിട്ടുള്ള ഒരു വിവരാവകാശ നിയമപ്രകാരം ഞാൻ എടുത്തപ്പോൾ ഉപകരണങ്ങളുടെ സപ്ലയർമാർക്ക് കൊടുക്കാനുള്ളത് 593.11 കോടി, മരുന്ന് സപ്ലയർമാർക്ക് കൊടുക്കാനുള്ളത് 324 കോടി, CT സ്കാൻ മുതലായവയുടെ മെയിൻ്റനൻസും അതിന്റെ സപ്ലൈ നടത്തുന്നതിന് അതിന്റെ മെയിൻ്റനൻസ് സപ്ലൈയും ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ളത് 121 കോടി. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 900 ചില്ലാനും കോടിയായി. അന്ന് ഞാൻ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്. അതിന് മറുപടി വന്നു, സാധാരണഗതിയിൽ ഒരു കാർഡ് വന്നു, താങ്കൾ സൂചിപ്പിച്ച വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ അടിയന്തര നടപടി എടുക്കാന്ന് പറഞ്ഞിട്ട് ഡിസംബറിൽ നിന്ന് ഏകദേശം ജൂലൈ 1-ാം തീയതി എത്തി നിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു അവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്നത് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണം. പിന്നെ ഇദ്ദേഹത്തിന്റെ നേരെ കുതിര കയറുന്നത് താങ്കൾ ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞത് തന്നെയാണ്. നമ്പർ 1 ആരോഗ്യ സംസ്ഥാനം എന്നുള്ള കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു ക്യാപ്സ്യൂള് അങ്ങേയറ്റം പൊടിച്ച് തകർത്തിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ അത് ഇവരുടെ അടുത്ത ഇലക്ഷനുള്ള ഒരു കാർഡായിരുന്നു. 2026 തിരഞ്ഞെടുപ്പില് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങളെ പറ്റിക്കാമെന്നുള്ള ഒരു ധാരണ, കേരളത്തിലെ നമ്മൾ പറയില്ല ജനങ്ങളെ പറ്റിക്കാമെന്നുള്ള ഒരു ധാരണയുടെ മുകളിലുള്ള കത്തിവെക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ നേരെ കുതിര കയറായിരിക്കും. അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താൻ എന്താണ് മഞ്ജുഷ? അദ്ദേഹത്തിനെ പിരിച്ചു വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ സൈഡിലുള്ള റൂമിൽ അദ്ദേഹത്തിന് കൺസൾട്ടേഷൻ നടത്തിയാലും
ഇത്തരം ഒരു ഡോക്ടർക്ക് ജീവിക്കാനുള്ള പൈസ ഇവിടെ കിട്ടില്ലേ? മെഡിക്കൽ കൗൺസിൽ വിലക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ മറ്റേ പ്രാക്ടീസ് ഒന്നും വിലക്കാൻ കേരള സർക്കാരിനാവില്ലല്ലോ. സംസ്ഥാന സർക്കാരിലെ ജോലി വിട്ടു പോകാനല്ലേ പറയുള്ളൂ. അദ്ദേഹത്തെ പോലുള്ള ഡോക്ടർമാരെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് അതൊന്നും ഇവിടെ വില പോവില്ല. ഇനി മഞ്ജുഷ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ മന്ത്രിസഭ അധികാരമേറ്റിട്ട് കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിവരാവകാശ നിയമപ്രകാരം മന്ത്രിമാർ മേടിച്ചിട്ടുള്ള മെഡിക്കൽ ഇംബേഴ്സ്മെന്റിന്റെ ഒരു കണക്കെടുത്തു. അതിൽ മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ തുക മേടിച്ചിരിക്കുന്നത്, 60 ലക്ഷം രൂപ. കാരണം അദ്ദേഹം വിദേശത്തേക്ക് ആ പ്രാവശ്യം ആ സമയത്ത് ആ ടൈമിൽ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, പരിശോധനയ്ക്ക്, അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ചെയ്തതിനെ തുടർന്നുള്ള പരിശോധനയ്ക്ക്. 60 ലക്ഷത്തിൽ 66 ലക്ഷമായിട്ട് അദ്ദേഹം മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ആ 2 കൊല്ലത്തിനുള്ളിൽ മേടിച്ചിട്ടുള്ളത് 48 ലക്ഷം രൂപയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നത്തെ മന്ത്രിമാരുടെ ഒക്കെ കണക്കുണ്ട്, ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ പുറത്തുവിട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ 48 ലക്ഷം രൂപ ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിക്ക് ചികിത്സയ്ക്ക് കൊടുക്കാമെന്ന നിലയിൽ അദ്ദേഹത്തെ MLA ആക്കുകയും മന്ത്രിയാക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കടമയും കടപ്പാടും അദ്ദേഹത്തോടില്ല. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഗവൺമെന്റിനും കടപ്പാടില്ല. പക്ഷെ ഈ ഗവൺമെന്റ് ധൂർത്തിന്റെ ഗവൺമെന്റാണ്. ആ ധൂർത്തിന്റെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതിന്റെ പേരിലെ 21 മന്ത്രിമാരും കൂടി ആ സമയത്ത് കൈപ്പറ്റിയിരിക്കുന്നത് 1.98 കോടിയാണ് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആയിട്ട് കൈപ്പറ്റിയിരിക്കുന്നത്. ഇവർ കൈപ്പറ്റിയ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റിന്റെ ബില്ലുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് തരാൻ വിവരാവകാശ നിയമപ്രകാരം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് ഇപ്പോഴും വിവരാവകാശ കമ്മീഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു സംഗതി കൂടി താങ്കൾ കേൾക്കണം. ശിവശങ്കരൻ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ എന്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ സസ്പെൻഷനിൽ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകനെ ഓപ്പറേഷൻ ആവശ്യമായി വന്നു. എന്റെ അറിവിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറാണെന്ന് കൂടി ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് 1.75 കോടി രൂപ ഓപ്പറേഷന് ചെലവുണ്ട്. അത് മുൻകൂറായി കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അത് പാസ്സാക്കി കൊടുത്തൊരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുമ്പോൾ ഇവിടെ മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിലെ ഒരുപാട് രോഗികളുടെ ചികിത്സ മുടങ്ങുന്നു എന്ന് വിലപിച്ചുകൊണ്ട് ഒരു ഡോക്ടർ രംഗത്ത് വരേണ്ട അവസ്ഥ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും തകരാറിലായ ഒരു ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലെ എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ ശിവകുമാർ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോഴും ഇതുമാതിരി തന്നെ മരുന്ന് ക്ഷാമം രൂക്ഷമായി. പക്ഷെ 10-20 ദിവസം കൊണ്ട് ആ പ്രശ്നം മന്ത്രിസഭ പരിഹരിച്ചിട്ട് എല്ലായിടത്തേക്കും ആവശ്യമുള്ള മരുന്നുകൾ എത്തി. ആ ഒറ്റ പ്രാവശ്യമേ അത് ഉണ്ടായുള്ളൂ. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല. PK ശ്രീമതി അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ മരുന്ന് ക്ഷാമം ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ പെട്ടെന്ന് തീർത്തു. ഇവിടെ ഈ രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ കയറിയത് മുതൽ തന്നെ ഇവിടുത്തെ ആരോഗ്യരംഗം താറുമാറായിട്ട്, മരുന്ന് കിട്ടാനില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടാനില്ല, വിരൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയ രോഗിയുടെ നാക്ക് ഓപ്പറേഷൻ ചെയ്യുന്നു, കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പോയ രോഗിയുടെ വലത്തെ കണ്ണിന് പകരം ഇടത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്നു. അങ്ങനെ ആരോഗ്യരംഗത്ത് യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ആരോഗ്യരംഗം പാടെ തകർന്ന ഒരു സാഹചര്യം. പക്ഷെ അതിനൊക്കെ ഇന്ന് ദേശാഭിമാനിയിലൂടെ പാർട്ടി മറുപടി നൽകുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങൾ, അത് ചില വാസ്തവങ്ങൾ അക്കാര്യത്തിൽ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണം വന്നതാണ്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷണം നടത്താമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രാക്ക് മാറിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇന്ന് ദേശാഭിമാനിയുടെ മുഖപത്രം പറയുന്നത് ഈ ഡോക്ടറെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹത്തെ മോശക്കാരനായി അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ്. അത് കേരളം അംഗീകരിക്കുകയില്ല കേട്ടോ. കാരണം ഈ ഡോക്ടറെ കുറിച്ച് അങ്ങനെ ഒരു മോശം അഭിപ്രായം ആർക്കുമില്ല. ഒരു ഡോക്ടർ ഇങ്ങനെ തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കണമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സർവീസിലിരുന്നു കൊണ്ട് ഇങ്ങനെ പറയാറില്ല സാധാരണ ആരും. പക്ഷേ ആ ഡോക്ടറെ ദേശാഭിമാനി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് തിരുത്തലല്ല, തകർക്കലാണെന്നാണ്. പക്ഷേ 3-4 ദിവസം മുൻപ് ഓർക്കുക, അന്ന് ആരോഗ്യമന്ത്രി ഈ ഡോക്ടറെ പ്രശംസിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി ഇന്നലെ ഈ ഡോക്ടർക്കെതിരെ വിമർശനം നടത്തി, അതുകൊണ്ടാണ്. പക്ഷേ ഇതൊന്നും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. ആരോഗ്യരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയാണ്, ആരോഗ്യരംഗത്തെ നന്നാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ഡോക്ടർ മനംനൊന്ന് പറയുകയാണ്. ആ ഡോക്ടർ ഒരു ഇടത് സഹയാത്രികൻ കൂടിയാണ്. സഹയാത്രികർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നൽകുന്നത് കേട്ടോ. മഞ്ജുഷ, ഇതില് ഡോക്ടർ ഹാരിസ് കിറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു ഇടതുവിരുദ്ധനെന്നോ സാമൂഹിക ബോധമില്ലാത്ത മനുഷ്യനെന്നോ ആരും പറയില്ല. അദ്ദേഹത്തെ പോലെ പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ വേദന കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളത് നമ്മുടെ ഒരു ഭരണകൂടത്തിന്റെ ചുവപ്പ് നാടകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വസ്തുതകളാണ്.
ആ വസ്തുതകളെ വളരെ കൃത്യമായി ഗവൺമെന്റ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഇപ്പോ അദ്ദേഹത്തെ വിമർശിക്കുന്നത് നിദാനമായി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അടക്കം പറഞ്ഞു വെക്കുന്നത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകത്തിനാകമാനം മാതൃകയായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയാണ്. ഇതൊരു പക്ഷേ കഴിഞ്ഞ 9 കൊല്ലക്കാലം സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നത് കൊണ്ട് നേടിയതാണെന്നുള്ള അവകാശവാദമൊന്നും പറയാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി കേരളം കൈവരിച്ചിട്ടുള്ള പല നേട്ടങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ആ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും കൃത്യമായി ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് മറച്ചു വെക്കാനാവില്ല. പക്ഷെ ഇപ്പോൾ അത് മറച്ചു വെക്കുകയാണ്. ഇപ്പോൾ മറച്ചു വെക്കുന്നത് ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഡോക്ടർ എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ആരോഗ്യമന്ത്രിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരിൽ നിന്നും പാർട്ടി പത്രത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ശരിയാണല്ലോ. കാരണം എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഈ ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആരോഗ്യ കേരളത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. അങ്ങനെ ഒരാൾക്ക് വാ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ആരും മിണ്ടരുത് ഇതേപ്പറ്റി എന്നാണ്. താങ്കൾ പറഞ്ഞു അദ്ദേഹം ഒരു ഇടത് വിരുദ്ധരല്ല എന്ന്. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു സഹയാത്രികർക്കുള്ള മുന്നറിയിപ്പാണെന്ന് പറഞ്ഞത്. സഹയാത്രികരും അപ്രിയമായ കാര്യങ്ങൾ പറയരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. താങ്കൾക്ക് കൂടിയുള്ളതാണ്. അങ്ങനെയല്ല മഞ്ജുഷ്, ഇതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കലിനോടൊപ്പം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ ഒരു പ്രഗത്ഭനും അനുഭവ സമ്പന്നനുമായിട്ടുള്ള ഒരു യൂറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനാരോഗ്യ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും സാധാരണ മനുഷ്യരിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരിൽ വളരെ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിത രീതി നാം പലപ്പോഴായി മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്ന ആളുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടുകൂടി പറയുകയാണ്. ഇതുപോലെ ധാരാളം ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകരായി നിൽക്കുന്നത് കൊണ്ടാണ് കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആയി നിൽക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെയൊന്നും അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഭരണകൂടത്തിന്റെ ഇത്തരം ചുവപ്പ് നാടകളാണ്. ആ ചുവപ്പ് നാടകളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകൾ അദ്ദേഹം പറയുകയും സംസ്ഥാന സർക്കാർ അത് പ്രതിപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രതിപക്ഷത്തിന് അടിക്കുവാനുള്ള വടി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ രീതിയിലാണ് ഇന്ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഈ ചുവപ്പുനാടയുടെ കുഴപ്പം എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന് തകരാറാണല്ലോ. അത് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തു. സിസ്റ്റം നന്നാക്കുന്നതിന് വേണ്ടിയാണെന്ന്. ഈ സിസ്റ്റത്തിന് തലപ്പത്തിരിക്കുന്നത് ആരാണ്? കഴിഞ്ഞ 9 വർഷമായി ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നത് മാറി മാറി വന്ന LDF സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ പിന്നെ സ്വയം വിമർശനമായിട്ട് ആദ്യം ഉൾക്കൊള്ളുന്നു, പിന്നെ അങ്ങോട്ട് പറയുന്നു ഇത് പ്രതിപക്ഷത്തിന് അടിക്കുവാനുള്ള വടി കൊടുത്തിരിക്കുകയാണ് എന്ന്. ഇതെന്താണിത്? 2 ദിവസം കൊണ്ട് നിലപാട് മാറുകയാണോ? അങ്ങനല്ല. ഇന്ന് ഡോക്ടർ ഹാരിസ് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഇത്തരം ചുവപ്പ് നാടകൾ അവസാനിപ്പിക്കുന്നതിനും സത്വരമായി സാധാരണ മനുഷ്യർക്ക് സേവനം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് സഹായം ലഭിക്കുന്നതിന് മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളെ ദൗർലഭ്യത ഇല്ലാതാക്കണമെന്നുള്ള ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് രാവിലെ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയായിട്ടുണ്ട്. ആ വാക്കുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആശുപത്രിയെയും അതിരാലയങ്ങൾക്കും നേരെയും ഇത്തരത്തിൽ ഒരു തരത്തിലും അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്ന തരത്തിലോ പ്രതിഷേധങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷം ഇതൊരു വടിയായിട്ടെടുത്തു. ആ വടിയായിട്ടെടുത്തു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന് പോലും വിഷമമായിട്ടുള്ളത്. അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ബോധമുള്ള ആളുകൾ എന്ന നിലയിൽ വളരെ കൃത്യമായി അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അത് മഹാഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ മനസ്സുകളും അദ്ദേഹത്തോടൊപ്പമാണ്. അതിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാണുന്ന സൈബർ ഇടത്തിൽ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈബർ ഇടത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് വെട്ടുകിളി ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെ വീട്ടിലിരുത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിയാണ് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി വിമർശിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ഓരോ മന്ത്രിമാരായിട്ട് വരുന്നു. പാർട്ടി സെക്രട്ടറി വരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ്. ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങോ ഇങ്ങോ ആശുപത്രികളിൽ സംഭവിക്കും. അതിന്റെ പേരിൽ അത് പർവ്വതീകരിച്ചുകൊണ്ട് വരികയാണ് ഈ ഡോക്ടർ ചെയ്തത് എന്ന് ശ്രീ സേനാപതി വേണു ഹസ്കർ പറയുന്നത് പ്രതിപക്ഷം ഇത് ഒരായുധമാക്കി എടുത്തിരിക്കുന്നു എന്നാണ്. പ്രതിപക്ഷം എന്നല്ല, ആരും ഈ ഡോക്ടറുടെ വാക്ക് വിശ്വസിച്ച് സർക്കാരിനെതിരെ വിരൽ
ചൂണ്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഡോക്ടർ പറഞ്ഞത് അപ്പാടെ വിശ്വസിക്കേണ്ടി വരികയാണ്. മഞ്ജുഷെ, ആരോഗ്യ മേഖലയിൽ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അവർക്കെല്ലാം നമുക്ക് ബിഗ് സല്യൂട്ട് നൽകണം. കാരണം അവരുടെ എല്ലാം സേവനം അത്രയും മികച്ചതാണ്. ഞാൻ മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞൊരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നമ്പർ വൺ എന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. ഇത് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരുപക്ഷെ നിർഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും അംഗമല്ലാത്ത കേരളത്തിന്റെ പ്രഗത്ഭനായ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞ വാക്കാണ്. ഈ നമ്പർ വൺ എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് നാട്ടുകാർക്ക് കൂടി ബോധ്യപ്പെടണം എന്നുള്ളതാണ്. ഞാൻ അനുബന്ധമായി ഒരു കാര്യം കൂടി ഒരു സെക്കൻഡിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവരുടെ ഒരു സ്വകാര്യമായ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം പരസ്യമായി. എന്താണെന്നറിയോ? A+ തള്ളിയിട്ട് കേരളത്തിൽ നടക്കാൻ പറ്റത്തില്ല. A+കാരിൽ ബഹുഭൂരിപക്ഷത്തിനും, ഞാൻ ആരെയും വിദ്യാർത്ഥികളെ അല്ല അപമാനിക്കാനോ ആക്ഷേപിക്കാനോ അല്ല, A+കാർക്ക് പോലും മലയാളം കൂട്ടി വായിക്കാൻ അറിയാൻ മേലാത്ത നാടായി കേരളം മാറി എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തും ആ ചർച്ചയിൽ പറഞ്ഞതുമാണ്. ഇതാ അതുപോലെ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഈ നമ്പർ വൺ എന്നുള്ള തള്ളൽ, ഇത് ഹസ്കറിനെ പോലുള്ള ആളുകളും ഇത് ഒരു പ്രചരണമായിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേരളം നമ്പർ വൺ എവിടെയാ? ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആയി നിൽക്കുമ്പോഴാണ് പഴയ കണക്കുകളൊക്കെ പുറത്തു വന്നത്. ശ്രീ ഹരിദാസ് സാർ സൂചിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 27,000 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ മറച്ചു വെച്ച ഒരു നാട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആരോഗ്യരംഗത്ത് ഈ കോവിഡിന് ആ കാലഘട്ടം അഴിമതിക്കുള്ള ഒരു വേദിയാക്കി മാറ്റി എന്നുള്ളതാണ്. PPE കിറ്റിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല. കാരണം 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 1500 രൂപയ്ക്ക് മേടിക്കുക, 3 രൂപയ്ക്ക് കിട്ടുന്ന കയ്യുറ 15 രൂപയ്ക്ക് മേടിക്കുക. ഇതൊക്കെ എന്നിട്ട് പറയുന്നത് എന്താണ്? സാധനം ലഭ്യമല്ലാത്തത് കൊണ്ട് കിട്ടിയ വിലയ്ക്ക് നമ്മൾ മേടിച്ചു എന്നുള്ള. ഞാൻ പറഞ്ഞു വന്നത്, ആരോഗ്യ മേഖലയെ ഈ അനാരോഗ്യം കാർന്നു തിന്നാൻ തുടങ്ങിയത് ഈ കോവിഡിനോട് അനുബന്ധിച്ചുള്ള ഈ കള്ളത്തരങ്ങളും അഴിമതികളുമാണ്. ഇന്ന് അത് അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു ഡോക്ടർ, സത്യസന്ധനായ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇവിടെ ഹാരിസും ഹരിദാസ് സാറും ഒക്കെ പറഞ്ഞു, നമ്മൾ ആ ഡോക്ടറെ കാണുന്നു, അദ്ദേഹത്തിന്റെ ചിത്രവും നമ്മൾ കാണുന്നു, അദ്ദേഹത്തിന്റെ യാത്രാവാഹനവും കാണുന്നു. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും മുന്തിയ ഇനം വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡോക്ടർമാരെയാണ് നമ്മൾ കാണുന്നത്. അവർ അങ്ങനെ സഞ്ചരിക്കണം, അതാണ് നമ്മുടെ. പക്ഷേ ഇത് ഒരു പിയൂണോ അല്ലെങ്കിൽ പിയൂണിന് മുകളിലുള്ള ഒരു സാധാരണ ജീവനക്കാരൻ സർക്കാർ ഓഫീസിലേക്ക് പോകുന്ന ഒരു 2 വീലറിൽ ഈ മനുഷ്യൻ പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ശിരസ് നമിക്കണം. ഒന്ന്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി പറഞ്ഞത് മികച്ച ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം. ഈ മികച്ച ആരോഗ്യ മേഖല ഇതെവിടെയാണ് മഞ്ജുഷെ? കേരളത്തിന്റെ മികച്ച ആരോഗ്യ മേഖല ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഹരിദാസ് സൂചിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, അദ്ദേഹം പറയുന്നതിനിടയ്ക്ക് വിട്ടുപോയതാണ്. ICUവിൽ തീ പിടിക്കുന്നു. നിങ്ങൾ അറിയണം, ICUവിൽ ആരെയും അഡ്മിറ്റ് ചെയ്യുന്നത്? മനുഷ്യൻ മരണാസന്നായി കിടക്കുമ്പോൾ അവന്റെ ഒരു ആശ്രയമാണ് ICU. ICUവിൽ തീ പിടിക്കുമ്പോൾ ആളുകളെ എങ്ങോട്ടാ മാറ്റുന്നത്? 4-5 ആളുകൾ മരിച്ചു, പുക ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് പുറത്തു പറയുന്നത്. പക്ഷെ പറയുന്നത് സ്വാഭാവിക മരണം. ICUവിൽ തീ പിടിക്കുന്ന ഒരു നാടായി ഈ കേരളം മാറുന്നു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ സ്ഥിതിവിശേഷം നമ്മൾ കാസർഗോഡ് ഒന്ന് പരിശോധിക്കുക. കോവിഡ് കാലത്ത് ടാറ്റ പണിതു കൊടുത്ത ആശുപത്രി ഉണ്ടല്ലോ, എത്രയോ ബെഡുകളുള്ള ആശുപത്രിയാ ഈ അലുമിനിയം ഫാബ്രിക്കേഷനിലൂടെ അവർ പണിതു കൊടുത്തത്. ഇന്ന് അതിന്റെ സ്ഥിതിവിശേഷം എന്താ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാസർഗോഡ് അവിടുത്തെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി അനുവദിച്ച അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതിവിശേഷം എന്താ? ഒട്ടേറെ പദ്ധതികൾ ഈ രീതിയിൽ ഇപ്പോൾ ഓരോ ഇടത്തു നിന്നും ഓരോ വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ ന്യൂസ് 18 പദ്ധതി അത് കേരളത്തിൽ പാളുകയാണ്. അല്ല, പല കാരണങ്ങളാൽ കൊണ്ട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വകുപ്പിന് പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതിലൊന്നാണ് അമ്മയും കുഞ്ഞും പദ്ധതി. ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അത്തരമൊരു സ്റ്റോറി വന്നിരുന്നു. ന്യൂസ് 18 കേരളമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അവിടെയും സംസ്ഥാന സർക്കാരിന്റെ പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ചില ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് ഫണ്ട് നിർത്തലാക്കപ്പെടുന്നു. അതിന് പിന്നാലെ ഈ പദ്ധതി പാളുന്നു.
സംസ്ഥാന സർക്കാരിന്റെ വിഹിതം നൽകുന്നില്ല, 60-40 അനുപാതമാണല്ലോ വരുന്നത്. ഇങ്ങനെ പല പദ്ധതികളിലും ഇങ്ങനെ തടസ്സങ്ങൾ നേരിടുകയാണ്. ഇതൊന്നും പുറത്തേക്ക് അറിയുന്നില്ല. പക്ഷേ ആവശ്യമുള്ള ആളുകൾ ഈ സഹായം തേടിയെത്തുമ്പോഴാണ് ഇത് അറിയുന്നത്. അവിടെയും പക്ഷേ ഒരു സ്റ്റിക്കർ അടിച്ചു വെച്ചിരിക്കുകയാണ് നമ്പർ 1 കേരളം ആരോഗ്യരംഗത്ത് എന്ന്. അങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേ രംഗത്ത് നിന്നുള്ള ഒരാൾ തന്നെ വന്നു നിന്ന് ഇക്കാര്യം പറയുമ്പോൾ അയാൾക്കെതിരെ വാളെടുക്കുകയാണ്, ആ ഡോക്ടർക്കെതിരെ വാളെടുക്കുകയാണ്. ബിഗ് സല്യൂട്ട് നൽകേണ്ട സ്ഥാനത്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് വിരോധാഭാസം. ശ്രീ എം കെ ഹരിദാസ്. കാരുണ്യ പദ്ധതിയിലെ സ്വകാര്യ ആസ്പത്രികൾക്ക് പാവങ്ങൾക്ക് ചികിത്സ ലഭിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ എത്ര കോടി രൂപയാണ് കൊടുക്കാനുള്ളതെന്ന് മഞ്ജുഷിന് അറിയോ? അത് പോട്ടെ, ഇനി എയ്ഡ്സ് രോഗികൾ എന്ന് പറയാൻ പാടില്ല, എയ്ഡ്സ് ബാധിതർക്ക് ഈ സർക്കാർ കൊടുത്തു തീർക്കാനുള്ളത് 12 കോടി രൂപയാണ്. മാസം 1000 രൂപ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. 1000 രൂപ വെച്ചിട്ട് 2147 എയ്ഡ്സ് ബാധിതർക്ക് 12 കോടിയുടെ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര കൊല്ലത്തെ കുടിശ്ശികയായിരിക്കുന്നു മഞ്ജുഷ് ഒന്ന് കണക്കൂട്ടി നോക്കൂ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 54 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. ക്ഷയരോഗികൾക്ക് അവർക്ക് മുട്ടയും പാലും വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് 1200 രൂപയുടെ ധനസഹായത്തില് ഇപ്പൊ ഇതുവരേക്കായിട്ട് 66.5 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്. കുഷ്ഠരോഗികൾക്ക് ഇതുമാതിരി തന്നെ 1000 രൂപയുടെ ധനസഹായം സർക്കാരിന്റെ ഉണ്ട്. അത് കഴിഞ്ഞ 17 മാസമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള വിവരമുണ്ട്. എന്താണ് ശ്രീ അസ്കർ ഈ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് നിങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം? ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കേട്ടു, രോഗികളുടെ എണ്ണം കൂടുന്നതാണ് ആരോഗ്യരംഗത്ത് മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ലഭ്യത കുറവിന് കാരണമെന്ന്. ഇവിടെ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇനി കുട്ടികൾ ഉണ്ടാവരുത് എന്നുള്ളൊരു നിയമവും വരാത്തിടത്തോളം കാലം ഓരോ ദിവസവും ഇവിടെ ജനിക്കുന്നവർ ജനസംഖ്യ കൂടും. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നികുതി വരുമാനം വർധനയ്ക്കനുസരിച്ചിട്ട് ആരോഗ്യരംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ഗവൺമെന്റ് കാണിക്കേണ്ട ശുഷ്കാന്തി കാണിക്കാത്തതാണ് മരുന്ന് ക്ഷാമവും ഇത്തരത്തിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ ഭാരിച്ച ബാധ്യതയും വന്നിട്ട് ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകാതിരിക്കാനുള്ള കാരണവും എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വിഡ്ഢിയായ മന്ത്രി പറഞ്ഞത് മഞ്ജുഷിന് ഓർമ്മയുണ്ടോ? ആയുർദൈർഘ്യം കേരളത്തിൽ വളരെ കൂടുതലാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അമ്മ പെൻഷൻ വാങ്ങുന്നതിന് ശപിക്കുന്നതും കേട്ടു. എന്തൊരു വിഡ്ഢിത്തമൊക്കെയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 21 മന്ത്രിമാരും കൂടിയിട്ട് കേരളത്തിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ആയുർദൈർഘ്യം കൂടി നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പൂപ്പനും അപ്പനും അതുമാതിരി തന്നെ പ്രായമായവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രകൃതിയോട് നന്ദി പറയേണ്ടതിന് പകരം ആയുർദൈർഘ്യം കൂടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന് ചെലവ് കൂടുതൽ വരുത്തുകയാണ്, ആരോഗ്യരംഗത്ത് ചികിത്സാ രംഗത്ത് കൂടുതൽ പണമിറക്കേണ്ടി വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിലപിക്കാനാണോ 91-ൽ നിന്ന് 99 സീറ്റ് കൊടുത്തിട്ട് ഇവരെ അധികാരത്തിൽ കയറ്റിയത് മഞ്ജുഷെ? അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷ പറഞ്ഞത് തന്നെയാണ്, സിസ്റ്റം സർക്കാർ സംവിധാനം ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന്റെ മെക്കാനിസം കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ ഈ എംബോറിയോ അർമാനി എന്ന് പറയുന്ന ബാഗും തൂക്കി നടക്കുന്ന ഒരു ബൂർഷ്വ മന്ത്രിക്ക് സാധിക്കാതെ പോകുന്നതാണ്. ഇനി അസ്കർ പറയാൻ പോകുന്നത് അവരുടെ ബാഗ് എന്തായാൽ നിങ്ങൾക്ക് എന്താ? 35,000, 40,000, 50,000 രൂപയുടെ കണ്ണാട സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് വാങ്ങുന്ന ഇത്തരക്കാരറിയണം. രാവിലെ ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ ഒരു ഹെർണിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോയിട്ട് ചെയ്തോളൂ എന്ന് ആ ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധമായിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ എംബോറിയോ അർമാനിയുടെ കാര്യം ഞാൻ പറയാൻ കാരണം. അപ്പൊ ഇത്തരത്തിൽ മാത്രമല്ല അവരിപ്പോ ചെയ്തിട്ടുള്ളത് എന്താ? ഇത്രയും വലിയൊരു പ്രശ്നം അവരുടെ വകുപ്പിൽ കത്തി നിൽക്കുമ്പോൾ ഇല്ലാത്ത ഒരു സ്വീകരണത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇവിടുന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് എവിടേക്ക്? വിദേശ രാജ്യത്തേക്ക്. ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനല്ല ശ്രമിച്ചിരിക്കുന്നത്. ഇന്ന് പുറത്തു വന്ന വിവരപ്രകാരം ധനവകുപ്പ് 185 കോടി രൂപ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആരോഗ്യ വകുപ്പിന് വേണ്ടി നീക്കിവെച്ച 185 രൂപ കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് കാലത്താണ് ഈ ആരോഗ്യരംഗത്ത് ഈ പ്രശ്നങ്ങൾ തീർന്നിട്ട് ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്നായാലും സർക്കാർ ആശുപത്രികളിൽ നിന്നായും കൃത്യമായ ചികിത്സ ഈ കേരളത്തിൽ കിട്ടാൻ പോകുന്നത്? പിന്നെ ശ്രീ അസ്കർ പറഞ്ഞു മലയാളിയുടെ ബോധമനസ്സ്. എന്റെ അസ്കറെ, ഞങ്ങളെ പോലുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയോ? ബോധമനസ്സുള്ള ഒരു മലയാളി ഒരു കാരണവശാലും 2ാം പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ കയറ്റുമായിരുന്നില്ല. അത്ര ബോധമനസ്സൊന്നും ഉള്ളവരല്ല കേരളത്തിലെ ജനങ്ങൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നാണ് ഒരു സർക്കാരിന്റെ പ്രാഥമിക ചുമതല. ഇവിടുത്തെ ജീവൻ സംരക്ഷിക്കേണ്ട പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണെന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് 7 ഗുണ്ടകൾ തൃശ്ശൂര്. താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ അബ്ദുൾ ബാസിദ്, അദ്ദേഹം KGM-CTA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. ഡോക്ടർ ഇദ്ദേഹത്തിനോടൊപ്പം ഡോക്ടർ ഹാരിസിനൊപ്പം ഉറച്ചു നിൽക്കുകയാണോ?
സംഘടന, മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ? ഡോക്ടർ അബ്ദുൽ ബാസിദ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനൊപ്പമാണോ സംഘടന ഇപ്പോൾ? മെഡിക്കൽ കോളേജുകളിൽ പല ഉപകരണങ്ങളും നമുക്ക് ഒരു ലഭ്യത കുറവ് സാധാരണയായിട്ട് ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ പല സർജറികൾ ചെയ്യേണ്ടത് ഇപ്പം പല സർജറികളും ഇപ്പോൾ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുമ്പ് ചെയ്ത പോലെ അല്ല. സർജറികളിലെല്ലാം തന്നെ വളരെ വില കൂടിയതും വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ഉപകരണങ്ങൾ പലതും സിംഗിൾ യൂസ് ആണ്. പക്ഷെ നമ്മുടെ ഒരു പരിമിതികൾക്കുള്ളിൽ ഈ ഉപകരണങ്ങൾ പലപ്പോഴും നമുക്ക് 3-4 തവണ ഉപയോഗിക്കേണ്ടതായി വരാറുണ്ട്. അപ്പൊ ചില ഉപകരണങ്ങൾ കേടായി കഴിഞ്ഞാൽ അത് ഇന്റന്റ് ചെയ്ത് പുതിയ ഉപകരണം വരുമ്പോൾ കാലതാമസം വരും. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അത് രോഗികളെ പരിപാലിക്കുന്നതിലും ഒക്കെ നമ്മുടെ ഒരു ആത്മവീര്യത്തെ കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ബ്യൂറോക്രാസി പരമായിട്ടുള്ള താമസങ്ങൾ, ഡിലേ പല മരുന്നുകളുടെ കാര്യത്തിലായാലും ഉപകരണങ്ങളുടെ കാര്യത്തിലായാലും വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെ രോഗി പരിചരണത്തിൽ ഒരു വലിയൊരു ആത്മവീര്യത്തിലും നമ്മുടെ ഒരു കൃത്യമായി ഇവർക്ക് ചികിത്സ ഡെലിവർ ചെയ്യുന്നതിലും നമുക്ക് സാധ്യമാകാതെ പോകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഡോക്ടർ, ഇവിടെ ഡോക്ടർ ഹാരിസ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ്, അതിനുവേണ്ടി നടന്ന് ചെരുപ്പ് തേഞ്ഞ കാര്യം, ഈ ചുവപ്പ് നാടയുടെ കാര്യം, സിസ്റ്റത്തിന്റെ കുഴപ്പം, ഇതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രി പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിലാണ്, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഇതൊക്കെ, ഡോക്ടർക്കൊപ്പമാണ് എന്ന രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ നിലപാട് പെട്ടെന്ന് മാറിയിരിക്കുകയാണല്ലോ. ഡോക്ടറെ വീട്ടിലിരുത്തുവാനുള്ള ഒരു നീക്കം നടത്തുന്നു സർക്കാർ എന്ന കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളുവല്ലോ. അതാണല്ലോ മന്ത്രിമാരുടെയും പാർട്ടി പത്രത്തിൻ്റെയും ഒക്കെ പ്രതികരണം കാണിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഡോക്ടറെ കൈവിടുകയാണോ KGM-CTA ചെയ്യുന്നത്, അതോ ഡോക്ടർക്കൊപ്പം നിൽക്കുകയാണോ? ഒരിക്കലുമല്ല. തീർച്ചയായും ഇത്തരത്തിലുള്ള ഹാരിസിന്റെ ഒരു പ്രതികരണം അതിന്റെ ആ ഒരു സെൻസിൽ തന്നെ എടുത്ത് മുന്നോട്ട് പോകണം. ഒരു ആത്മവിമർശനം എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് KGM-CTAക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിനുള്ള യാതൊരു വിധത്തിലുള്ള ശിക്ഷാ നടപടികളും KGM-CTA അംഗീകരിക്കുകയില്ല എന്നുള്ളത് ഓൾറെഡി നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് KGM-CTA, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ കൈവിടുന്നു എന്നുള്ളതിന്റെ യാതൊരു സൂചനയും KGM-CTA നൽകിയിട്ടില്ല, ഇനി നൽകുകയുമില്ല. പക്ഷെ അദ്ദേഹം സിസ്റ്റത്തെ തകർക്കുന്നയാൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത്, CPM പറയുന്നത്. പാർട്ടി പറയുന്നതല്ലല്ലോ, KGM-CTAയുടെ ഒരു നിലപാടാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പാർട്ടി എന്ത് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത്രമാത്രം സംരക്ഷിക്കുവാൻ കഴിയുമോ സംഘടനയ്ക്ക് ഡോക്ടറെ? ഈ ഡോക്ടർ സിസ്റ്റത്തിനെതിരെ സംസാരിച്ചു, ഇവിടെ അവമതിപ്പുണ്ടാക്കി, ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി പൊതുജനാരോഗ്യ സംവിധാനത്തെക്കുറിച്ച് സർവീസിലിരിക്കെ. അതൊക്കെ എന്ന് പറയുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനം എന്ന രീതിയിൽ ആരോഗ്യവകുപ്പിന് പരിഗണിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഏത് ഘട്ടം വരെ സംരക്ഷിക്കുവാൻ കഴിയും സംഘടനയ്ക്ക് ഡോക്ടറെ? അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ ആ ഒരു സെൻസിൽ തന്നെ അത് എടുത്തു പോകണം, ഒരു ആത്മവിമർശനം എന്നുള്ള രീതിയിൽ എടുത്തു പോകണം എന്നുള്ളതും, ഇതൊരു സിസ്റ്റത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ജനങ്ങൾക്ക് വ്യക്തമാവുകയുണ്ടായി. ഇത് സംഘടന എത്രയോ കാലമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന് മുമ്പിൽ ഉയർത്തിയ വിഷയങ്ങൾ മാത്രമാണ്. സംഘടന ഉയർത്തിയ വിഷയങ്ങൾ മാത്രമാണ് ഇപ്പൊ ഡോക്ടർ ഹാരിസ് ഒരു പൊട്ടിത്തെറിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഇവിടെ ഉള്ള പ്രശ്നങ്ങളാണ് എന്ന് എത്രയോ കാലമായിട്ട് ഗവൺമെന്റിനോട് സംഘടന ഉണർത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം അതിലല്ലാണ്ട് ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. മന്ത്രിമാരുടെ പ്രതികരണങ്ങളും ആ രീതിയിലാണല്ലോ വരുന്നത്. സംഘടന ഏതറ്റം വരെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ MK ഹാരിസ്, ഇതിനോടുള്ള പ്രതികരണം എന്തായാലും ഡോക്ടറുടെ സംഘടന KGM-CTA പ്രബലരാണവർ, മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അവരൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ മെസ്സേജ് നൽകുന്നുണ്ട്. അതുകൊണ്ട് പര്യാപ്തമാണോ? ഡോക്ടറെ വീട്ടിലിരുത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സംഘടനയുടെ ഈ നിലപാടിന് കഴിയുമോ?
താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? കഴിയില്ല. ഒരിക്കലും കഴിയില്ല. കേരളത്തിന്റെ പൂർവ്വകാല ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്കൊന്നും നിലവിലെ ഈ സർക്കാരിൽ നിന്ന് ഈ ഡോക്ടർ ഹാരിസിനെതിരെ സർക്കാർ ഒരു നടപടി എടുത്താൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള മാർഗങ്ങളൊന്നും ഈ സംഘടനയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ വാണിംഗ് ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇവർ എതിർക്കാൻ പോകുമ്പോൾ അതിനേക്കാൾ ശക്തിയായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടത് 2026 മെയ്യിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവശ്യകതയായിട്ട് മാറുമ്പോൾ അവിടെ ഡോക്ടർക്ക് നടപടി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് മഞ്ജുഷ എനിക്ക് തോന്നുന്നത്. അതിൽ ഈ സംഘടനയൊക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ സംഘടനയ്ക്കൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യത്തിന് കോടതി പോലും ചിലപ്പോ ഈ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഡോക്ടർക്കോ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ സംഘടനയുടെ ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ നിലവിലെ ഇന്നിപ്പോ ഈ വൈകിട്ട് 6:30 വരയ്ക്കുള്ള അല്ലെങ്കിൽ 7 മണി വരയ്ക്കുള്ള സാഹചര്യത്തെ വിലയിരുത്തിയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ സംഘടനയ്ക്ക് ആ ഡോക്ടറുടെ സത്യസന്ധമായിട്ടുള്ള തന്റെ ഔദ്യോഗിക ജീവിതം പൂർത്തീകരിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞൊരു സത്യത്തിനെ അദ്ദേഹത്തിന്റെ ഒപ്പം എല്ലാ കാലത്തും നിൽക്കാൻ പറ്റും ഈ സംഘടനയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല മഞ്ജുഷ. ശരി, ശ്രീ സേനാപതി വേണു, താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? സംഘടനയൊപ്പമുണ്ട് എന്ന് അവർ ഉറപ്പ് നൽകുന്നുണ്ട്. അത് മാത്രമല്ല, അവർ പ്രതിഷേധ രീതിയിൽ തന്നെ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുന്നുമുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഒരു സമരരംഗത്തുമായിരുന്നുവല്ലോ, ഒരു ദിവസം അവർ ഇതിനുവേണ്ടി സമരരംഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഘടനയ്ക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയുമോ ഈ ഡോക്ടറെ? അതോ അതിനപ്പുറം കടന്നുകൊണ്ട് ഡോക്ടർക്കെതിരെ നടപടിയാണോ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ മന്ത്രിമാരുടെ ഈ പ്രതികരണങ്ങളിൽ നിന്ന്? അല്ല, ഡോക്ടറെ സംരക്ഷിക്കാൻ ആ സംഘടനയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആ സംഘടന കൊണ്ട് ഭാവിയിൽ ഗുണമുണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഒരു ഹാരിസ് ഡോക്ടർ സത്യം പറഞ്ഞിരിക്കുന്നു. ഇനിയും സത്യം പറയാൻ വെമ്പൽ കൊള്ളുന്ന പല ഡോക്ടർമാരും ഉണ്ട്. അവർക്ക് സത്യം പറഞ്ഞേ മതിയാവുള്ളൂ. അത് കാലത്തിന്റെ ഒരു അനിവാര്യതയാണ്. സത്യം പറയാതെ എത്ര കാലമാണ് ഇത് മുന്നോട്ട് പോകുന്നത്? ഈ ഗവൺമെന്റ് സ്വയം അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രഖ്യാപിക്കില്ല, എന്നിട്ട് വന്ന എല്ലാവർക്കും 100 മാർക്കാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ ഇവിടെയാണോ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല, ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം ഈ ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ 5 കൊല്ലം പൂർത്തീകരിച്ച് 4ാമത്തെ കൊല്ലം പൂർത്തീകരിച്ച് കഴിഞ്ഞ 20-ാം തീയതി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുകൊള്ളു. അത് ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിലെ പ്രമുഖരായ 6 വ്യക്തികൾ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് പ്രോഗ്രസ് റിപ്പോർട്ട്. മഞ്ജുഷ, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? 9 മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 3.5 മാർക്ക്, 10ലാണ് മാർക്ക് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 35%. അതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി. ബാക്കിയുള്ള മന്ത്രിമാരിൽ 3 മന്ത്രിമാർ ഒഴിച്ച് 5 മാർക്കിന് മുകളിൽ കിട്ടിയിട്ടുള്ള ഒരു മന്ത്രിയും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ശരാശരിയിൽ താഴെയാണ് 9. നമ്മൾ പഴയ SSLCയുടെ മാർക്ക് ലിസ്റ്റ് കൂട്ടുമ്പോൾ 35 എന്നുള്ളത് ജസ്റ്റ് പാസ്സായി 210 മാർക്ക് കിട്ടാൻ എന്നതുപോലെ സെക്കൻഡ് ക്ലാസ് കിട്ടാൻ യോഗ്യതയുള്ള മന്ത്രിമാരെന്ന് പറയുന്നത് 5ഓ 6ഓ ആണ്. ഫസ്റ്റ് ക്ലാസ് കിട്ടാനുള്ള ഒരു മന്ത്രിയും ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, ഞാനിപ്പോൾ പത്രത്തെ പുകഴ്ത്തുവാനല്ല പറഞ്ഞത്, പ്രോഗ്രസ് റിപ്പോർട്ട് ഗവൺമെന്റ് തന്നെ ഇറക്കിയിട്ട് അവർ പറയുകയാണല്ലോ ഞങ്ങൾ 100%, 101% മാർക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്ന ഒരു ഗവൺമെന്റിന്, ആ ഗവൺമെന്റിന് ഈ നമ്പർ വൺ എന്ന് പറഞ്ഞ ഈ കണക്കുമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനേ പറ്റുള്ളൂ. അങ്ങ് സർക്കാർ പറയുന്ന കണക്കുകൾ കള്ളമാണെന്ന്. ഉദാഹരണത്തിന് ഇന്ന് ഈ അമ്മയും കുഞ്ഞും പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. ആ പദ്ധതി പാളുകയാണ്, സർക്കാരിന് വിഹിതം നൽകാൻ കഴിയുന്നില്ല. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കേണ്ട ഗതികേടിലാണ് എന്ന്. കാരണം നവജാത ശിശുക്കൾക്കുള്ള സഹായമാണല്ലോ, അത് കിട്ടുന്നില്ല. അമ്മമാർക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുക്കേണ്ട ഗതികേട് വരികയാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ സർക്കാർ പറയുന്നതിൽ കളവുണ്ട് എന്നാണോ ഈ നമ്പർ 1 ആരോഗ്യ കേരളം മേലുനടിക്കുകയാണ് എന്നാണോ ശ്രീ അബ്ദുൽ ബാസിൽ? ഡോക്ടർ അബ്ദുൽ ബാസിൽ ആ ഒരു നിലപാടാണ് ഇപ്പോൾ സേനാപതി പറഞ്ഞ അതേ നിലപാടാണോ താങ്കൾക്കുള്ളത്? മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ഒന്ന് തുറന്നോട്ടെ ചോദ്യത്തിന് മുമ്പ്. ഒരു സെക്കൻഡ്, ഞാൻ ഡോക്ടറുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞോളൂ. അതായത് നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു ആരോഗ്യ രംഗത്ത് ടെക്ടോണിക് ആയിട്ടുള്ള ഒരു മാറ്റം കഴിഞ്ഞ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്വകാര്യ ആശുപത്രികളെയും വലിയ ഇക്വിറ്റി ഫണ്ടുകൾ കൈവശപ്പെടുത്തുന്ന ഒരു ആവശ്യമാണ്. ആ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു പ്രതിഫലനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ആശുപത്രികൾ അപ്രാപ്യമായ ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിൽ ഭേദപ്പെട്ട ചികിത്സയാണ് ഇപ്പൊ ലഭിക്കുന്നത്. ഇത് വളരെ
ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ശ്രീമതി ടീച്ചറുടെ ഒക്കെ കാലത്ത് റെസിഡൻസി സിസ്റ്റം കൊണ്ടുവരികയും അതേപോലെ തന്നെ ഹെൽത്ത് സർവീസിലാണെങ്കിൽ സ്പെഷ്യാലിറ്റി കേഡർ കൊണ്ടുവരികയും ചെയ്തതോടെ ആരോഗ്യ മേഖലയിലെ നവീകരിക്കുന്നതിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് സത്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് സർക്കാർ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 250 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ NMCയുടെ മാനദണ്ഡ പ്രകാരം 90 രോഗികൾ മാത്രമാണ് വേണ്ടത് എങ്കിൽ ഇന്നത്തെ മാത്രം ഇവിടുത്തെ IP എന്ന് പറയുന്നത് 3000-3500 ഇടയിലാണ്. അപ്പൊ സാധാരണ ഒരു ആവറേജ് ഇൻപേഷ്യന്റ് ഒരു ദിവസം വരുന്നത് 900 രോഗികൾ വേണ്ടടുത്ത് 3500 രോഗികളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു തിരക്കുണ്ടാവും, അപര്യാപ്തതകൾ ഉണ്ടാവും, മരുന്ന് ഇല്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എത്രയോ കാലമായിട്ട് സംഘടന ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥാന്തരവും ഇത് തന്നെയാണ്. കാരണം മന്ത്രിമാരും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കും ഇത്രയും തിരക്കിനിടയിൽ. പക്ഷെ നമുക്ക് ഉള്ള രോഗികൾ അതിന്റെ 3-4 ഇരട്ടിയാണ് വരുന്നത്. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത് പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോവുകയാണ്. അപ്പോൾ ശ്രീ MK ഹരിദാസ്, ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ? ഇന്ന് ശ്രീ MV ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. പ്രശ്നം ഉണ്ടായാൽ പരിഹാരം അല്ല, പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും. അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടാവും. ആ ഉണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു, പരിഹരിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. അതായത് നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാനപ്പെട്ട ഒരു ആതുര ശുശ്രൂഷ മേഖലയാണ് കേരളം. ആ കേരളത്തിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളുടെ, ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇവിടെ കോവിഡ് പശ്ചാത്തലം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം, ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തുക. ഒരു പ്രത്യേക രൂപം തന്നെ ഇങ്ങനെയല്ല. ഒരു പ്രത്യേക മാനസികാവസ്ഥയാണെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. കേട്ടല്ലോ താങ്കൾ. ഒന്നാമത് മഞ്ജുഷ് ഒരു കാര്യം മനസ്സിലാക്കുക, CPM-ന്റെ MV ഗോവിന്ദൻ അടക്കമുള്ള ഒരു നേതാക്കളുടെയും പ്രസ്താവനകളോ അവർ പറയുന്നതോ നമുക്ക് നാളെ രാവിലേക്ക് അവർ അതേ പ്രസ്താവനയിലും അത് പറഞ്ഞതിലും ഉറച്ചു നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. താങ്കളോട് തന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടില്ലേ? അപ്പൊ അതേമാതിരി തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകനോട് മറ്റേ BJP-യുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പിറ്റേ ദിവസം നിഷേധിച്ചത് കേട്ടിട്ടില്ലേ? അപ്പൊ CPM നേതാക്കളുടെ ഇത്തരത്തിലുള്ള വിടുവായത്ത പറച്ചില് നാളേക്ക് ഉണ്ടാകുമോ എന്ന് അറിഞ്ഞിട്ടേ നമുക്കത് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോ LDF അല്ലാത്തൊരു സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഡോക്ടർ ഇത്തരത്തിലൊരു വിളിച്ചു പറയൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് സംസ്ഥാനത്തെ ഏകദേശം ഒരു 100 കോടി രൂപയുടെയെങ്കിലും പൊതുമുതൽ SFI-ക്കാരും DYFI-ക്കാരും CPM-കാരും കൂടി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന സമരങ്ങൾ നടത്തുമായിരുന്നു. ഇവിടെ സമരങ്ങൾ നടത്താൻ വേണ്ടിയിട്ടെങ്കിലും UDF സർക്കാർ തയ്യാറായിട്ടുള്ളത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യരംഗത്തെ ഇത്തരത്തിൽ ദുഷിച്ചു നാറിയ ഒരു പ്രവണത നിലനിൽക്കുന്നുവെങ്കിൽ കൃത്യമായി ആരോഗ്യരംഗത്തേക്ക് എത്തേണ്ട നികുതി പണത്തിന്റെ ഭാഗം ആരോഗ്യരംഗത്തേക്ക് എത്താതെ പോകുന്നുവെങ്കിൽ അതിനെ ഒരു പരിഹാരം ഉണ്ടാക്കാനാണെങ്കിൽ ആ സമരം ആവശ്യമാണ് എന്നുള്ള വിശ്വാസം തന്നെയാണ്. അത് UDF-നോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടോ ഉള്ള ഒരു പ്രതിപക്ഷമുള്ളും അറിയില്ല. ഞാൻ കോൺഗ്രസിനെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഈ സമരമെങ്കിലും നടത്താതെ ഒരു പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്? ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അതൊരു കുറ്റമല്ല. അത് ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, 2000-ലെ കാര്യം മറക്കരുത്. കണ്ണേമടങ്ങുക എന്നുള്ള ഒരൊറ്റ ഫോട്ടോയാണ് നായനാർ സർക്കാരിനെതിരെ അന്ന് ജനവികാരം ഉയർത്തിവിട്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ആ വൃദ്ധന്റെ ഫോട്ടോ. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഒരു ഡോക്ടർ തന്നെ തുറന്നു പറയുകയാണ് ആരോഗ്യരംഗത്തെ പുഴുക്കുത്തുകളെക്കുറിച്ച്, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനകളെക്കുറിച്ച്. അതിനെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് ലഘൂകരിക്കരുത്. മുൻ അനുഭവമുള്ളതാണ്. ആരോഗ്യരംഗത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. മഞ്ജുഷ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ബാസിദ് തന്നെ ഇവിടെ തുറന്നു സമ്മതിച്ചു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ MK ഹരിദാസിനും സേനാപതി വേണുവിനും എനിക്കും അങ്ങേക്കും ഒക്കെ
പുറത്തു നിന്ന് കാണുന്ന ആളുകളാണ്. ഒരു സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്ന ഡോക്ടർ തന്നെ പറയുകയാണ് ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് 1600 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ പ്രതിവർഷം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച് ചെലവഴിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കണക്കുകളിലൊന്നാണ്. അത് വേണ്ടാന്നല്ല. മാത്രമല്ല, നമ്മുടെ ആരോഗ്യ മേഖലയിൽ സെന്റർ ഫോർ എക്സലൻസ് ആയി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറിയിട്ടുണ്ട്. സംശയമുണ്ട് അക്കാര്യത്തിൽ. അപ്പോഴാ പറയുന്നത്, നമുക്ക് ഒരു ഗവർണർ ഉണ്ടായിരുന്നു, സിക്കന്ദർ ബഗ്. അദ്ദേഹം അണുബാധ മൂലം മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലമാണെന്ന് വിരൽ ചൂണ്ടിയത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് ശ്രീ AK ആന്റണിയാണ്, മറന്നുപോകരുത്. അതുപോലെ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന P ശങ്കരൻ നിലവിളിച്ചിട്ടാണ് ചികിത്സ ലഭിച്ചതെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതും കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അപ്പോ ഇതൊക്കെ അനുഭവ പാഠമുണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്ന് സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യം എന്ന് കരുതിയിരുന്ന ഏറ്റവും മികച്ച ചികിത്സാ രീതികൾ, നവീന ചികിത്സാ രീതികൾ ലഭിക്കുന്നു. എല്ലാ ജില്ലാ സെന്ററിലും കാത്ത് ലാബുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, എവിടെയും അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സർവ്വ മെഡിക്കൽ കോളേജുകളിലും സജ്ജമായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ചികിത്സാ രംഗത്ത് സാമ്പിൾ സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 60% 2016 നിന്ന് 2023 എത്തുമ്പോൾ 60% നമ്മുടെ ചികിത്സാ ചെലവിൽ കുറവ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാണ് സാധാരണ ജനങ്ങൾ സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മികച്ച ഡോക്ടർമാർ, മികച്ച ആരോഗ്യ പ്രവർത്തകർ, മികച്ച അടിസ്ഥാന സൗകര്യം, ഇതൊക്കെയാണ് പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ ഇന്ന് നിലനിൽക്കുന്നത്. അതിൽ ഒറ്റപ്പെട്ട ചില പിശകുണ്ട്. ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുള്ള സംഭവം വളരെ കൃത്യമായി, വളരെ ഹൃദയത്തോടു കൂടി ചേർത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വളരെ പ്രവചനാത്മകമായി പറയാം. നിങ്ങളൊക്കെ ഇപ്പോൾ പറയും ഡോക്ടർ ഹാരിസിനെതിരെ എന്തെങ്കിലും നടപടി ഇപ്പോ ഗവൺമെന്റ് എടുക്കുന്നു. ഒരു തരത്തിലുള്ള നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കില്ല എന്ന ഉറച്ച നിലപാടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നടപടി ഉണ്ടായാൽ അത് ശക്തമായ ഒരു തിരിച്ചടിക്ക് സാധ്യതയുള്ള കാര്യമാണ് കേട്ടോ അഡ്വക്കേറ്റ് BN ഹസ്കർ. കാരണം ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമാണ്. കാരണം അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഒരു സല്യൂട്ട് നൽകുകയാണ് ഡോക്ടർ ഹാരിസിന് വേണ്ടത്. അതല്ലാതെ അദ്ദേഹത്തെ ഈ രീതിയിൽ അപമാനിക്കുന്നതും ശരിയല്ല. മന്ത്രിമാർ ഈ രീതിയിൽ പറയുന്നതും പാർട്ടി സെക്രട്ടറി പറയുന്നതും ഒന്നും ശരിയായ കാര്യമല്ല. തിരുത്തേണ്ടതാണ് അതൊക്കെ. അങ്ങനെയല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു പരിമിതിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞു. അതൊരു വലിയ മനുഷ്യന് മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ. അതിന്റെ ധൈര്യം അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പ്രൊഫഷണലായിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ഒരു തീരുമാനമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിച്ചു. അങ്ങനെ ആർജവത്തോട് പറയുന്ന ഏതൊരു മനുഷ്യനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ മനസ്സുകളുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന ആരും അങ്ങനെ കിനാവ് കാണണ്ട. അങ്ങനെ അദ്ദേഹത്തെ നടപടിയെടുത്ത് ശരി, അത് ഹസ്കറുടെ നല്ല മനസ്സ്, അത് അഡ്വക്കേറ്റ് BN ഹസ്കറുടെ നല്ല മനസ്സ്, BN ഹസ്കറുടെ നല്ല മനസ്സ്. CPM സഹയാത്രികനായ താങ്കളുടെ മനസ്സ് ഡോക്ടർ ബാസിദിനൊപ്പമാണ്. ഡോക്ടർ അബ്ദുൽ ബാസിദ് ഡോക്ടർ ഹാരിസിനൊപ്പമാണ്. ഡോക്ടർ അബ്ദുൽ ബാസിദ്, ഇവിടെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പ്രൊഫഷനിൽ ഇനി അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. അതിന് പേടിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ സംഘടനയുടെ പിന്തുണ കിട്ടിയാൽ പോലും അദ്ദേഹത്തിന് അത് തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിനുണ്ട്. അതാണല്ലോ അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചതും, പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന്. അല്ല, അദ്ദേഹം മുമ്പ് തന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് തന്നെ സംഘടന ഗവൺമെന്റിനോട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പലപ്പോഴും ഈ ബ്യൂറോക്രസിയുടെ ആ ഒരു നൂലാമാലകൾക്കിടയിലും ചുവപ്പ് നാടയിലും കിടന്നിട്ട് പലപ്പോഴും നമുക്ക് ആവശ്യമായ ചില ഉപകരണങ്ങൾ, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ സർജിക്കൽ ഉപകരണങ്ങൾ പണ്ടത്തെ ഒരു 10 കൊല്ലം മുമ്പുള്ള ഒരു സർജിക്കൽ ലാൻഡ്സ്കേപ്പിലല്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സർജറികൾ ചെയ്യുന്നത് താക്കോൽദാരത്തിലാണ്. ഹെർണിയ സർജറി പോലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് താക്കോൽദാരത്തിലാണ്. അപ്പൊ അത്തരം ഒരു നൂതനമായ ഒരു സങ്കേതങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മികച്ച ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരാറുണ്ട്. ഈ ഉപകരണങ്ങൾ പലതും ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പൊ അത്തരം ഒരു ഉപകരണങ്ങളുടെ അനുസ്യൂതമായ ഒരു സപ്ലൈ ചെയിൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് ബ്യൂറോക്രസി ചുവപ്പ് നാടയിൽ കിടക്കാൻ പാടില്ല. അപ്പൊ ഇത്തരത്തില് ഒരു മികച്ചതായിട്ടുള്ള ഒരു ജോലിക്കുള്ള സാഹചര്യം ഒരുക്കി തരുന്നതിൽ
കുറച്ചും കൂടെ ചടുലമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഹാരിസ് പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു സാധനത്തോട്, ആ ഒരു അദ്ദേഹത്തിന്റെ പരാതിയോട്, അദ്ദേഹത്തിന്റെ വികാരത്തോടൊപ്പം തന്നെയാണ് സംഘടന നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെത് ഒറ്റപ്പെട്ട കാര്യം, ഒറ്റപ്പെട്ട സംഭവമാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രമാണ് എന്ന രീതിയിൽ ലഘൂകരിക്കുന്നുണ്ട്. അങ്ങനെയാണോ? KGM-CTA നേരത്തെ സർക്കാരിന് മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് ഒറ്റ മെഡിക്കൽ കോളേജിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണോ? അല്ല, ഇത് എല്ലാ മെഡിക്കൽ കോളേജിലുമുള്ള പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് ആ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ പ്രശ്നം കൊണ്ട് ആരോഗ്യ മേഖല തകർന്നു എന്നുള്ളൊരു വികാരം ഉണർത്താൻ പലരും ശ്രമിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നൂതനമായിട്ടുള്ള സംവിധാനങ്ങളാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. പണ്ടത്തെ പോലെ അല്ല. അത് ഈവൻ ഇപ്പൊ പല സാധനത്തിലും ഇപ്പൊ നമ്മളിപ്പം ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ടിരുന്നതാണ്. പണ്ട് എല്ലാവർക്കും ഹൃദയധമനികളുടെ അസുഖത്തിന് ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിൽ ഭൂരിഭാഗവും ചെയ്യുന്നത് കാത്ത് ലാബുകളിലാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ നൂതനമായിട്ടുള്ള ഈ സാധനങ്ങൾ ഈ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. പെട്ടെന്ന് നമുക്ക് കിട്ടിയാൽ മാത്രമേ കൂടുതൽ രോഗികൾക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. നമ്മുടെ ബ്യൂറോക്രസി ഇപ്പോഴും പഴയത് തന്നെയാണ്. ഈ ഒരു ചികിത്സാ രംഗത്തെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ബ്യൂറോക്രസിയിൽ ഉണ്ടായിട്ടില്ല. അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തകരാറാണ്. അത് മാറ്റേണ്ടതാണ്. ആ ഒരു ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതും ശ്രീ M.K. ഹരിദാസ്, ഡോക്ടർ ബാസിത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് ഡോക്ടർ ഹാരിസും പറഞ്ഞത്. വ്യത്യാസമുണ്ടോ അക്കാര്യത്തിൽ? ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും സ്വരത്തിൽ നമുക്ക് ഒരേ ഇത് തന്നെയാണ് കാണാനുള്ളത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇപ്പൊ ഇവിടെ ഈ ഡോക്ടർ ബാസിദ് വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് മറ്റേ ഡോക്ടർ ഹാരിസിനെ ഇത്തരത്തിലൊരു ചർച്ചയിൽ എൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഇദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ സ്വരത്തിലെ ഡോക്ടർ ബാസിത്തിനെ എത്ര ഈ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഈ പറഞ്ഞതിൽ ഉറച്ചു നിന്നിട്ട് മുൻപോട്ട് പോകാൻ പറ്റുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇവിടെ നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പൊ സംഘടനയ്ക്ക് നാളെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ട് ഡോക്ടർ ഹാരിസിനെതിരെ നിൽക്കുന്ന നടപടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാണ്ട് ഇദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് പൂർണ്ണമായിട്ട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ CPM ഇടതുപക്ഷ സംഘടന കൈവിടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സംഘടന അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, കൈവിടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നാവ് പൊന്നാവട്ടെ, അങ്ങനെ ചെയ്യണം, ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നോക്കുമ്പോൾ കേരളത്തിലെ 140 കോടി ജനങ്ങളുടെ ഭാഗത്താണ് ഈ സംഘടന എന്നാണ് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ പോകുന്നത്. ഒരു കാരണവശാലും അദ്ദേഹത്തെ കൈവിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അപേക്ഷ. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കൂ, നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ഞങ്ങളെപ്പോലുള്ളവർ, ഞാനൊക്കെ പ്രകൃതിയോട് ഞാൻ പ്രാർത്ഥിക്കാം. 1600 കോടി രൂപ ഇവിടെ ആരോഗ്യരംഗത്തേക്ക് കോരിച്ചെരിഞ്ഞ ഇതിൽ അഭിമാനം കൊള്ളേണ്ട യാതൊരുവിധ പ്രശ്നവുമില്ല. 20 കൊല്ലം മുമ്പിലത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് 1600 കോടി രൂപയുടെ കാര്യം പറയുന്നതെങ്കിൽ ഈ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 2021-22 തൊട്ടിട്ട് 2024-25 വരെയുള്ള ബഡ്ജറ്റില് നിങ്ങൾ ഈ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ പിടിച്ചു വാങ്ങുന്ന നികുതിയുടെ എത്ര ഇരട്ടിയാണ് നിങ്ങൾ പിടിച്ചു വാങ്ങുന്നത്? 2020 നിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഏകദേശം 50% നികുതി ആവറേജ് എല്ലാ കാര്യങ്ങളിലും കൂടിയിട്ടുണ്ട്. ആ കൂടിയ നികുതി പണം ഇത്തരത്തിൽ ആരോഗ്യരംഗത്തേക്ക് ഇറക്കിയിട്ട് ജനങ്ങൾക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ ആരോഗ്യം നൽകേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ ചുമതലയാണ്. അതിനൊന്നും അങ്ങനെ പെരുപ്പിച്ച് കാട്ടേണ്ട ആവശ്യമില്ല. സമഗ്രമായിട്ടുള്ള മാറ്റം എല്ലാ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും വന്നു എന്ന് പറയുമ്പോൾ അവിടെ ചുമരിൽ പെയിന്റ് അടിക്കുകയും മുറ്റം കല്ലിട്ട് വൃത്തിയാക്കുകയും അല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ വരുമ്പോൾ കൃത്യമായ ചികിത്സ ലഭിക്കുക, ഓപ്പറേഷൻ ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാവുക, ഡോക്ടർമാർ കുറിക്കുന്ന മരുന്ന് കൗണ്ടറിൽ പോയാൽ ലഭിക്കുക, തുടർന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള തുടർ ചികിത്സയ്ക്കും അതുമായി തന്നെയുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഡോക്ടർ ഹാരിസിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതിനെയാണ് വിമർശിക്കുന്നത്. അല്ലാതെ ഈ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് എങ്ങനെയാണ് ശ്രീ അസ്കർ ഈ ഡെവലപ്മെന്റ് ഇല്ലാതിരിക്കാൻ സാധിക്കുക? 2020 വരുമാനമാണോ 2025? ഞാനൊരു ഉദാഹരണം എന്നുള്ളൊരു തുക പറയാം. 5 ലക്ഷം കോടി വരുമാനം 2020 ഉണ്ടെങ്കിൽ ഇപ്പൊ 10 ലക്ഷം കോടി വരുമാനമുണ്ടെങ്കിൽ ഈ പണമൊക്കെ പിന്നെ എന്താ ചെയ്യുക? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണം. അല്ലാണ്ട് സിൽവർ ലൈൻ ഹൈസ്പീഡ് റെയിൽ കൊണ്ടുവരാനല്ല. ജനങ്ങൾക്ക് ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് നിത്യോപയോഗ സാധനങ്ങൾ ആവശ്യമായ കൃത്യമായ വിലയ്ക്ക് ലഭിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതിൽ ഈ സർക്കാർ പരാജയമാണ്. ആരോഗ്യരംഗത്ത് കൃത്യമായ ചികിത്സ ലഭിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതിൽ ഈ സർക്കാർ പരാജയമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലും പറഞ്ഞിരുന്നതാണ്. മുൻ ഗവർണർ സിക്കന്ദർ ഭക്തിന്റെ അനുഭവവും അതുപോലെ തന്നെ മുൻ മന്ത്രി P. ശങ്കരന്റെ അദ്ദേഹത്തിന്റെ അനുഭവവും. ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചത് UDF സംസ്ഥാനം ഭരിക്കുന്ന സമയത്താണ്. അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാണ് ഇപ്പോൾ CPM പ്രതിരോധം തീർക്കുന്നത്. ഇത്
ഇതൊക്കെ വളരെ എന്താ പറഞ്ഞ മഞ്ജുഷേ, ഇത് എത്രയോ ബാലിശമാണ്. ഇപ്പൊ മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ തുലനം ചെയ്യലാണോ ഇപ്പം? ഇവര് KSRTC ബസ്സിൽ മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന പടം അടിച്ചു വെച്ചിട്ട് അതിന്റെ അടിയിൽ എഴുതുകയാണ് നമ്പർ 1 കേരളം. എന്നിട്ട് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്ന എവിടെയാണ്? അമേരിക്കയിൽ. മന്ത്രിമാരിവിടെ ചികിത്സിക്കുന്നു, MLA മാർ ചികിത്സിക്കുന്നു എന്നൊക്കെ ഹസ്കർ പറഞ്ഞു. ഇവര് ചികിത്സ കഴിഞ്ഞിട്ട് അതെല്ലാം റീഇംബേഴ്സ്മെന്റ് മേടിക്കുകയാണ്. മുൻ ധനകാര്യമന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റായി പുള്ളി മേടിച്ച തോർത്തിന് 132 രൂപ അതുകൂടി ചേർത്ത് റീഇംബേഴ്സ്മെന്റ് മേടിച്ചുകൊണ്ട് പോയത് നമ്മൾ അറിയുന്നു. ഇവിടുത്തെ സാധാരണക്കാരൻ ആശുപത്രികൾ ചെല്ലുമ്പോൾ ശങ്കറിന്റെ അനുഭവമോ ശങ്കരൻ മന്ത്രിയുടെ അനുഭവമോ അല്ലെങ്കിൽ സിക്കന്ദർ ഭക്തിന്റെ അനുഭവം അതല്ലല്ലോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഇവിടെ ഡോക്ടർ ബാസിദ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനും അംഗീകരിക്കുകയാണ്. രോഗികളുടെ എണ്ണം കൂടുന്നു. രോഗികളുടെ എണ്ണം കൂടാൻ കേരളത്തിലല്ല, ഇന്ത്യയിൽ കോവിഡിന് ശേഷം മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വ്യാപകമാണ്. ഇത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതിനെക്കുറിച്ച് ഒരു പഠനവും നടക്കുന്നില്ല. ചെറുപ്പക്കാർ 30 വയസ്സ് 40 വയസ്സുള്ളവർ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ കാണുന്നു. രോഗികളുടെ എണ്ണം സ്വാഭാവികമായി വർദ്ധിക്കും. രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്ത് വേണം? ഗവൺമെന്റ് കൂടുതൽ ഫണ്ട് മുടക്കണം. ഞാൻ ഒരു ചെറിയ 1 മിനിറ്റ് കൂടി കണക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. അതായത് നാഷണൽ ഹെൽത്ത് അക്കൗണ്ടിന്റെ 2024 കണക്ക് പുറത്തു വന്നിരിക്കുന്നു. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ വിഹിതം ചെലവാക്കുന്ന ഉത്തർപ്രദേശിന് മുകളിൽ മാത്രമാണ് കേരളം. പിന്നെ അതിന് താഴെ വേറൊരു സംസ്ഥാനവും ഇല്ല. എന്താ ഈ തുകയെന്ന് ചോദിച്ചാൽ ഞാൻ ലളിതമായി പറയാം. 100 രൂപ ആരോഗ്യ മേഖലയിൽ ചെലവാകുന്നു എന്ന് വിചാരിക്കുക. ആ ചെലവാകുന്നതിൽ സർക്കാർ വിഹിതം എന്ന് പറയുന്നത് ഈ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ 32.5 എന്ന് പറഞ്ഞാൽ 100 രൂപയിൽ കേരളത്തിൽ ഒരു ആരോഗ്യ രംഗത്ത് ചെലവ് വന്നു കഴിഞ്ഞാൽ സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് 32.5 രൂപയുള്ളൂ. ബാക്കി മുഴുവൻ സ്വകാര്യ വ്യക്തികളുടെ തുകയാണ്. ഡോക്ടർ ബാസിദിനോട് ചോദിച്ചാൽ അറിയാം. അതിന് പറയുന്നത് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിനുണ്ടാകുന്ന ചെലവല്ല, ഇത് സ്വകാര്യ വ്യക്തികളുടെ ചെലവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിൽ മൊത്തം മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടാകുന്നതിന്റെ 52% വഹിക്കുന്നത് സർക്കാരാണ്. കർണാടകത്തിൽ അത് 46%, മധ്യപ്രദേശിൽ അത് 52%, ഹിമാചൽ പ്രദേശിൽ 57%, അസം നമ്മൾ ഒരുപാട് പഴിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ 64%. എന്ന് പറഞ്ഞാൽ 100 രൂപ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കപ്പെട്ടു കഴിഞ്ഞാൽ 64 രൂപയും സർക്കാരാണ് മുടക്കുന്നത്. ബാക്കി 36 രൂപ മാത്രമേ സ്വകാര്യ വ്യക്തികളുടെ ഉള്ളൂ. കേരളത്തിന്റെ വിഹിതം എത്രയാണെന്നറിയോ? നമ്മൾ നമ്പർ 1 എന്നൊക്കെ നമ്മൾ പറയും. ഈ നമ്പർ 1 ആകാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, നമ്മുടെ വാർത്ത തുടങ്ങുന്നതിന് മുമ്പും ശേഷവും ഒക്കെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളുടെ പരസ്യങ്ങളൊക്കെ കാണിക്കുമല്ലോ. അവർ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ആ സ്വകാര്യ ആശുപത്രിയിൽ ആളുകൾ പോയി മുടക്കുന്ന ചികിത്സാ തുക കൂട്ടുമ്പോൾ ഗവൺമെന്റ് ആരോഗ്യ മേഖലയ്ക്ക് മുടക്കുന്നത് 100 രൂപയിൽ 32.5 രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 32%. ഹിമാചൽ പ്രദേശ് പോലും 57% ആരോഗ്യ മേഖലയിൽ മുടക്കുമ്പോൾ, ഞാനിത് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ കണക്ക് പുറത്തു വന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഈ സർക്കാർ ഇങ്ങനെ പൈസ ഇങ്ങനെ അനുവദിച്ചു. 400 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിച്ചതിൽ ഒറ്റയടിക്ക് 150 കോടി രൂപ വെട്ടിക്കുറച്ചുവെന്ന് മന്ത്രി തന്നെയല്ലേ പറയുന്നത്? ഈ മന്ത്രി തന്നെയല്ലേ പറയുന്നത്? എന്നിട്ട് മന്ത്രി നമ്മളോട് പറയുന്നത് എന്താ? ഈ കപ്പൽ മുങ്ങത്തില്ല, ഇതിന് ക്യാപ്റ്റൻ ഉണ്ട്, ഇതിന്റെ വൈസ് ക്യാപ്റ്റൻ ഉണ്ട്. മുങ്ങി മന്ത്രി നമ്മളോട് പറയുകയാണ് സിസ്റ്റത്തിന്റെ കുഴപ്പം. സാർ 9 കൊല്ലവും 3 മാസമായി ഗവൺമെന്റ് വന്നിട്ട്, ഇനി 9 മാസമാണ് അവശേഷിക്കുന്നത്. ആ സിസ്റ്റത്തെ തിരുത്താൻ കഴിയാത്ത ആളുകൾ ഇനി ആരോടാണ് സാർ പരിതപിക്കുന്നത്? ഇനി ആരോടാണ്? ഈ സിസ്റ്റത്തെ പഴിക്കുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ തലപ്പത്താരാണ്? ഇപ്പോൾ വീണ ജോർജ് ആണ്, അതിനു മുൻപ് KK ശൈലജയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആളുകൾ തന്നെയാണ് സിസ്റ്റത്തിന്റെ തലപ്പത്ത്. അപ്പോൾ സിസ്റ്റത്തെ പഴിക്കുമ്പോൾ അവരവരുടെ വീഴ്ചയാണിത്. മഞ്ജുഷ്, ഇതിൽ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് നമുക്ക് ഇപ്പോഴും ഒരു കൊളോണിയൽ ഹാങ് ഓവർ ഉള്ള ബ്യൂറോക്രസിയും അതിന്റെ സിസ്റ്റവുമാണ് രാജ്യത്താകമാനുള്ളത്. അപ്പൊ സ്വാഭാവികമായും ആ ഭരണകൂടത്തിന്റെ എല്ലാ തരത്തിലുള്ള പരിമിതികളും ഉണ്ട്. ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് 9 കൊല്ലം സംസ്ഥാനം ഭരിച്ചതുകൊണ്ട് ആ ബ്യൂറോക്രസി ആകമാനം മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. അല്ല, അതെങ്ങനെ കഴിയും? അല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എങ്ങനെ ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ട ഹരിദാസ്, പൈസ അനുവദിച്ചിട്ട് മേനി നടിച്ചിട്ട് കാര്യമില്ല. അല്ലല്ല, ഈ പണം അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അവസാനം എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ സിസ്റ്റത്തിനെ പഴിക്കുകയാണ്. മന്ത്രി തന്നെ സിസ്റ്റത്തെ പഴിക്കുകയാണെങ്കിൽ ഈ മന്ത്രിക്ക് ഈ സിസ്റ്റത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രി ആ സ്ഥാനത്തിരിക്കുന്നത്? എന്തിനാണ് വീണ ജോർജ് ആ സ്ഥാനത്തിരിക്കുന്നത്? മഞ്ജുഷ്, ഒരു മന്ത്രി വിചാരിച്ചതുകൊണ്ടോ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചുകൊണ്ടോ ഈ സിസ്റ്റത്തെ ഒരു ദിവസം കൊണ്ട് മാറ്റാനാവില്ല.
കഴിഞ്ഞ 9 കൊല്ലമായി കഴിഞ്ഞ 9 വർഷമായിട്ട് സമയമുണ്ടായിരുന്നല്ലോ. അല്ല, ഞാനത് സ്വയം വിമർശനപരമായി തന്നെ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്യൂറോക്രസിയുടെ നമുക്കിപ്പോ എല്ലാ സർക്കാർ ഓഫീസുകളിലും വളരെ കൃത്യമായി കമ്പ്യൂട്ടറൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറുകൾ എല്ലാ സർക്കാർ ഓഫീസുകളിലും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഫയലുകൾ നീങ്ങുന്നതിന്റെ ഒച്ചുവേഗത വളരെ കൃത്യമായി ബോധ്യമുള്ള ആളാണ്. നമുക്ക് അത് എത്ര പെട്ടെന്ന് ഇത് ചെയ്തു തീർക്കേണ്ടതല്ലേ എന്ന തോന്നലുകൾ നമുക്കുണ്ടാകുമെങ്കിൽ പോലും അത് അതിന്റെ ഒരു വസ്തുതയാണ്. ഡോക്ടറെ തുറന്നു പറച്ചിൽ നടത്തിയതുകൊണ്ട് കുറച്ച് പ്രയോജനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുണ്ടായി. ഹൈദരാബാദിൽ നിന്ന് ഉപകരണങ്ങൾ പറന്നെത്തി. മാത്രമല്ല, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം 717 കോടി രൂപയാണ് നൽകിയത്. 40 കോടി രൂപ കിഫ്ബി ഫണ്ട് വഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ചെറിയ കാര്യമല്ല. മാത്രമല്ല, നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ സെന്റർ ഫോർ എക്സലൻസിലെ മെഡിക്കൽ കോളേജുകൾ മാറുന്നുള്ള സാഹചര്യവും രോഗികൾ ആശ്രയിക്കും. സ്വകാര്യ മേഖലയിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ചെന്ന് ഭീമമായ തുക അടയ്ക്കുന്നതിന് പകരം അല്പം സാമ്പത്തിക ശേഷി ഉള്ളവർ പോലും ഇന്ന് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നു എന്ന വലിയ കാര്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം, ആ ഒറ്റപ്പെട്ട സംഭവം ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അത് തിരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറല്ല. വളരെ വേഗത്തിൽ ആ ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനായി എന്നുള്ളത് അഭിനന്ദനാണ്. അത് ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നാണെങ്കിലും എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു പ്രമുഖ ചാനലിൽ രാവിലെ 9 മണിക്കുള്ള ഒരു വാർത്തയിൽ കാണിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് അത്യാസന്ന നിലയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാസന്ന നിലയിലുള്ള രോഗികൾ വരാന്തയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ദൃശ്യം കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ആനയുടെ ചിത്രം വരച്ചിട്ട് ആനയുടെ പുറത്ത് കയറിയിരിക്കാൻ പറ്റില്ല. ഒരു ഡോക്ടറെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഹൈദരാബാദിൽ നിന്നായാലും സെക്കന്ദരാബാദിൽ നിന്നായാലും ഉപകരണങ്ങളും മരുന്നും ഒക്കെ എത്തിക്കുന്ന ഈ രീതി നമുക്ക് എത്ര കാലത്തേക്ക് മുൻപോട്ട് കൊണ്ടുപോകാനാകും മഞ്ജുഷേ? അപ്പൊ അതല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. ആ ശാശ്വതമായ പരിഹാരത്തിന് ഈ ഡോക്ടറുടെ വിളിച്ചു പറയൽ, സത്യസന്ധനായി ജനങ്ങളെ സേവിക്കാൻ തയ്യാറായിക്കൊണ്ട് മുൻപോട്ട് വന്ന ഈ ഡോക്ടറുടെ വിളിച്ചു പറയൽ എത്രത്തോളം ഉപകാരപ്രദമായി തീരുമെന്നുള്ളത് നമുക്ക് മുൻപോട്ട് കണ്ടറിഞ്ഞതിന് ശേഷം മറ്റൊരു ചർച്ചയിൽ നമുക്ക് അസ്കറിനോട് ഇതിന് മറുപടി പറയാം. കാരണം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 100 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാൻ അയച്ചു കൊടുക്കാം. ഈ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള പരാജയങ്ങളായിട്ടുള്ള കുറെ കാര്യങ്ങളുടെ ഒരു 100 എണ്ണമെങ്കിലും അയച്ചു കൊടുത്താൽ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ചിത്രീകരിക്കരുത്. ശരി, ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഒരിക്കലും ഇതിനെ പറയുവാൻ കഴിയുകയില്ല. മാത്രമല്ല, ആ തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസിനൊപ്പമാണ് കേരളം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുവാനാണ് സർക്കാരിന്റെ ഭാവമെങ്കിൽ പ്രതികരണം ഉണ്ടാകും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഡോക്ടർ ഹാരിസിനെതിരെ CPM-ഉം സർക്കാരും യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവർ 34%, യോജിക്കാത്തവർ സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാടിനോട് യോജിക്കാത്തവർ 63%. അവസാനിക്കുന്നു. നന്ദി.